ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ സ്കിപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുന്നത് ശരിയാണോ തെറ്റാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി തന്നെയായിരിക്കും ഒരു വീഡിയോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ സ്കിപ്പ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടും ഗിയർ ഇടേണ്ടത് ആ ഒരു ക്രമത്തിൽ തന്നെയായിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നിങ്ങനെ തന്നെ ഗിയർ ഇടണം. എന്നാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ഗിയർ സ്കിപ്പ് ചെയ്ത് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യേണ്ടി വരും. അതിനർത്ഥം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് നേരിട്ട് സെക്കൻഡ് ഗിയർ ഒഴിവാക്കി തേർഡ് ഗിയർ ഇടുക എന്നുള്ളതല്ല. അങ്ങനത്തെ ഒരു ഗിയർ സ്കിപ്പിങ്ങേ അല്ല. നിങ്ങളത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. അതായത്, ഞാൻ അതിന് നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. നമ്മളുടെ വാഹനത്തിന്റെ എഞ്ചിന്റെ RPM-ഉം വാഹനത്തിന്റെ വേഗത ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഗിയർ സ്കിപ്പിംഗ് നടക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. സെക്കൻഡ് ഗിയറിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന ഒരു അവസരത്തിൽ ഏകദേശം ഒരു 20-25 കിലോമീറ്റർ വേഗതയിൽ വാഹനം പോകുന്നു എന്ന് നിങ്ങൾ കരുതുക. അതായത് സെക്കൻഡ് ഗിയറിൽ അത്ര ഒരു വേഗതയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേറ്റർ നന്നായിട്ട് കൊടുക്കണം. എന്നാൽ ആ ഒരു വേഗതയിൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി പോകുന്നു. വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആയി വണ്ടി ഏകദേശം ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ സെക്കൻഡ് ഗിയറിൽ പോകുന്നു എന്ന് നിങ്ങൾ കരുതുക, ഒരു സ്ട്രെയിറ്റ് റോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് ഗിയർ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഫോർത്ത് ഗിയർ കൊടുക്കാനായിട്ട് കഴിയും. കാരണം 40-45 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോഴാണ് നമുക്ക് ഫോർത്ത് ഗിയറിൽ വാഹനം ഒരു സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഫോർത്ത് ഗിയർ കൊടുക്കാം. പക്ഷെങ്കിൽ ഇത് ആരും ചെയ്യാറില്ല. എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഗിയറിൽ ഒരു 20 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കും. അപ്പോൾ ഏകദേശം വാഹനം ഒരു 30 കിലോമീറ്റർ വേഗതയിലേക്ക് അടുത്തെത്തുമ്പോൾ വീണ്ടും നമ്മൾ തേർഡ് ഗിയർ കൊടുക്കും. വീണ്ടും ആക്സിലറേറ്റർ കൊടുത്തിട്ട് അപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്ററിലേക്ക് തേർഡ് ഗിയറിൽ പോകുന്ന അവസരങ്ങളിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ ഫോർത്ത് ഗിയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇങ്ങനെ ഗിയർ വേണം സ്കിപ്പ് ചെയ്യാം. പക്ഷെങ്കിൽ ഇതാരും ചെയ്യാറില്ല. എന്നാൽ ഗിയർ സ്കിപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നത്? ഉദാഹരണം പറയാം. നമ്മളൊരു ഫോർത്ത് ഗിയറിൽ 45 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. മുന്നിൽ മറ്റൊരു വാഹനം പോകുന്നു എന്ന് സങ്കല്പിക്കുക. ആ വണ്ടിയുടെ വേഗത കുറഞ്ഞു. ആ വണ്ടിയുടെ വേഗത കുറഞ്ഞ് ഏകദേശം ഒരു 10 കിലോമീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാം. അതായത് ആ ഒരു സമയത്ത് വണ്ടിയുടെ എഞ്ചിന്റെ RPM-ഉം വാഹനത്തിന്റെ വേഗതയും ഏകദേശം സെയിം ആയിട്ട് വരികയാണ്. അതായത് എഞ്ചിൻ RPM തീർത്തും കുറയുന്നു, വാഹനത്തിന്റെ വേഗത ഏകദേശം ഒരു 10 കിലോമീറ്ററിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫോർത്തിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാം. അല്ലാതെ ഒരു 40-45 കിലോമീറ്റർ വേഗതയിൽ വാഹനം പോകുന്നു, പെട്ടെന്ന് ക്ലച്ച് ഔട്ടിട്ട് ഫസ്റ്റ് ഗിയർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, വാഹനത്തിന്റെ ഉള്ളിൽ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുമല്ലോ. സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇങ്ങനെ മുന്നോട്ടാഞ്ഞു വരും. ആ ഒരു രീതിയിൽ തന്നെ പെട്ടെന്ന് വരും, വാഹനത്തിന് അപകടം ഉണ്ടാകും. കാരണം എന്താണ്? 45 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം പോകുന്നത്, വണ്ടിയുടെ വേഗത കുറയുന്നില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ വൻ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് കരുതുന്നു. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ക്രമത്തിൽ തന്നെ ഗിയർ ഇട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് വണ്ടി ഓടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റിൽ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, സെക്കൻഡ് ഗിയർ ഇടുക, വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് ഏകദേശം വണ്ടിക്ക് ഒരു 20-25 കിലോമീറ്റർ വേഗതയിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ വീണ്ടും തേർഡ് കൊടുക്കുക. ഒരു 40-45 കിലോമീറ്ററിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഫോർത്ത് കൊടുക്കുക. ഒരു 50-55 ഇടയ്ക്കൊക്കെ 50 കിലോമീറ്ററൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ ഫിഫ്ത്ത് കൊടുക്കുക. ഇങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യുന്നതാണ് എളുപ്പം. നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഒഴിവാക്കി തേർഡിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ തുടക്കക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരു ഗിയർ ഒഴിവാക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് ആരും ചെയ്യാറില്ല. അപ്പോൾ ഗിയർ സ്കിപ്പിംഗ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.